നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖിയുടെ അടുക്ക് രാജീവൻ തീർത്തും പറയുന്നുണ്ട്, ഞാനൊരു വാടക വീട് നോക്കിയിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുമെന്നും നിന്നോട് അതുകൊണ്ട് ഒന്നും പറഞ്ഞ് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല, നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും എനിക്കില്ല എന്ന് തുറന്നടിക്കാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട്. രാജീവൻ കരുതിക്കൂട്ടി തന്നെയാണെന്ന് രാഖിക്ക് മനസ്സിലാവുന്നു. രാജീവൻ താനുമായിട്ട് എന്നേക്കുമായി പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും തന്നെ പേടിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊന്നുമല്ല ഇത് പറയുന്നതെന്നും ഒക്കെ രാഖിക്ക് ബോധ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖിയും ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികളുടെ അടുക്കലേക്ക് രാഖി ചെന്ന് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ രാഖിക്കൊപ്പം നിൽക്കുന്നില്ല കേട്ടോ. രാഖിയുടെ കൈ തട്ടി മാറ്റി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്രനോടും ജയരാമനോടും താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് എത്തുക കേട്ടോ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, രാജീവേട്ടൻ ഡിവോഴ്സ് വേണമെന്നാണ് വാശി പിടിക്കുന്നത്. അതിന് കാരണമായത് കൊച്ചേട്ടൻ ശ്രീജയുമായിട്ട് എടുത്ത വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, അവനൊരു വൃത്തികെട്ടവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ജയരാമന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രാജേന്ദ്രൻ മനഃപൂർവ്വം രാഖിയെയും രാജീവിനെയും പിരിക്കാനായിട്ട് നോക്കുന്നതാണ്. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല എന്നും അവർ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയതെന്നും കൊച്ചേട്ടനാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയെന്നും ഒക്കെ രാഖി പറയുന്നു. എന്തായാലും ഞാൻ പിരിയാൻ തീരുമാനിച്ചു എന്നും പറയുന്നു. പിന്നീട് ലളിതാമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലളിതാമ്മ പറയുന്നുണ്ട്, പഴയ അഭിപ്രായമൊന്നും എനിക്കിപ്പോൾ ഇല്ല രാഖി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളെല്ലാം മനസ്സിലാക്കി രാജീവനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിന് ശേഷം രാജീവൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണമെന്ന് രാഖി ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉടനെ ലളിതാമ്മ പറയുന്നുണ്ട്, ആരതിയെ നീ ഒന്ന് കാണണം, ആരതി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രാജീവൻ നിരപരാധിയാണെന്നും നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും പറയാട്ടോ ചെയ്യുന്നു. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടുന്നുണ്ട്. പിന്നീട് ആരതിയെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആരതിയാണെങ്കിൽ വകവരുത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ രാജേന്ദ്രൻ. കാരണം രാഖിയുമായിട്ട് ഒരു കാരണവശാലും അതായത് കണ്ടുമുട്ടി രഹസ്യങ്ങൾ കൈമാറരുതെന്ന് രാജേന്ദ്രൻ നിർബന്ധമുണ്ട്. പക്ഷേ ആരതി സത്യങ്ങളെല്ലാം തന്നെ രാഖിയോട് തുറന്നു പറയും കേട്ടോ. കാരണം രാഖി വിളിച്ച് കാണണമെന്ന് പറയുമ്പോൾ തന്നെ ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന്. ആരതി പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും രാഖിയും പിരിയാതിരിക്കുന്നതിന് വേണ്ടി എല്ലാത്തിൻ്റെയും പിന്നിൽ രാജേന്ദ്രനാണെന്നും അയാളാണ് നിങ്ങളെ പിരിക്കാനായിട്ട് നോക്കുന്നതും ശാരിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനും അയാൾ തന്നെയാണെന്നും പണ്ടുള്ള പ്രേമം അയാൾ പുതുക്കാനായിട്ട് ശ്രമിച്ച് ശാരികയെ ചതിച്ചതാണോ എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിന് മുമ്പ് തന്നെ രാജീവൻ ഇവിടെ എല്ലാ ബാഗും പാക്ക് ചെയ്തിട്ട് ആ വീട് വിട്ട് ഇറങ്ങാനുള്ള ശ്രമം നടത്തുക കേട്ടോ ചെയ്യുന്നു. കുട്ടികൾ കാല് പിടിച്ച് പറയുന്നുണ്ട്, പോകരുതെന്ന് പറയുന്നുണ്ട്. രാജീവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞ് രാഖി ഓടിയെത്തി രാജീവനോട് മാപ്പ് പറഞ്ഞ് തടയുന്ന കാഴ്ചയും കാണാൻ